നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 1200 മിഥുനം 10 മുതൽ 16-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ, അതായത് 2025 ജൂൺ 24-ാം തീയതി മുതൽ ജൂൺ 30-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇപ്രകാരമാണ് നിങ്ങൾ മനസ്സിലാക്കണം. മേടത്തിൽ ശുക്രനുണ്ട്, ഇടവത്തിൽ ഉച്ചസ്ഥനായി ചന്ദ്രനുണ്ട് രോഹിണി നക്ഷത്രത്തിൽ, 3-ാം രാശിയിൽ മിഥുനൻ രാശിയിൽ സൂര്യനും വ്യാഴവും ഉണ്ട്, 4-ൽ ബുധൻ, 5-ൽ ചൊവ്വ കേതു, 11-ാം ഭാവത്തിൽ രാഹു, 12-ൽ ശനി. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇനി മേടൻ രാശി മുതൽ 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം. മകംപൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹം. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രാശിയിൽ ചൊവ്വ കേതു, 7-ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ ശനി, 9-ാം ഭാവത്തിൽ ശുക്രൻ, 10-ാം ഭാവത്തിൽ ചന്ദ്രൻ, 11-ാം ഭാവത്തിൽ സൂര്യൻ, വ്യാഴം, 12-ാം ഭാവത്തിൽ ബുധൻ. ഇപ്രകാരമാണ് ഗ്രഹസ്ഥിതി. ഇവിടെ ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം, ഒരു തരത്തിലുള്ള രേഖകളും നഷ്ടപ്പെടാതെ ഈ ഒരു വാരം നോക്കണം. തനിക്ക് രേഖാനഷ്ടം സംഭവിക്കും. രേഖാവതിയായ ബുധൻ 12 നിൽക്കുന്നു, അതിലൂടെ ധനം നഷ്ടമുണ്ടാകുന്നു. പലപ്പോഴും ഡോക്യുമെൻസുമായി ബന്ധപ്പെടുന്ന വിവാദങ്ങളിൽ ചെന്ന് ചാടും. അപ്രകാരം തന്നെ ശ്രദ്ധയില്ലായ്മ മൂലം തൻ്റെ വിലപ്പെട്ട സാധനങ്ങൾ, പേഴ്സാകാം, ഡോക്യുമെൻറ്റ്സ് ആകാം, കാർഡുകൾ നഷ്ടപ്പെടുക. അതിനാൽ വളരെ ജാഗ്രത പാലിക്കുക. ധനവിഷയത്തിൽ ഏറ്റവും അധികം ജാഗ്രത പാലിക്കേണ്ട വർഷമാണ്. ഈ മാനസികമായിട്ട് പെട്ടെന്ന് വാശി, വൈരാഗ്യം, വീറ് ഇത് വളരെയധികം പ്രകടിപ്പിച്ചാൽ അത് ദാമ്പത്യത്തിലും തനിക്കും പ്രയാസങ്ങളുണ്ടാകും. മത്സരബുദ്ധിയുടെ ഒരു ഭാഗവും ആകരുത് ചിങ്ങൻ രാശിക്കാർ. സ്വതവേ ചിങ്ങൻ രാശി സ്ത്രീകളോട് ദ്വേഷിക്കുന്നവരാണ്. അകാര്യ ചിരം കുപ്യതി, ഒരു കാരണമില്ലാതെ കോപിക്കുന്നവരാണ്. അതിനാൽ ഇവിടെ ക്ഷമാജയതി ന ക്രോധഃ, കോപം പരിഹാരമല്ല, ക്ഷമയാണ് പരിഹാരമെന്ന് മനസ്സിലാക്കണം. ഭാര്യ അവരുടെ വീട്ടിൽ പോകേണ്ട സമയമാണ്. ജോലി ഭാരം കാരണം തനിക്ക് വീട് മാറി നിൽക്കേണ്ടി വരും. ഭാര്യയെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ കൈവരും. സാമ്പത്തികമായി ചില നൂതന ധനാഗമ യോഗമുണ്ട്. പക്ഷേ ദ യൂട്ടിലിറ്റി ഓഫ് മണി ഷുഡ് ബി വെരി കെയർഫുൾ. എങ്ങനെ തൻ്റെ ധനം സംരക്ഷിക്കണമെന്ന് ചിന്തിക്കുക. യുവതികൾക്ക് ഗർഭം ധരിക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാണ്. രാജാവ് തന്നെ സൽക്കരിക്കും, രാജബഹുമാനം തനിക്ക് കിട്ടും. സർക്കാരുമായി ബന്ധപ്പെടുന്ന ജോലി, ഉത്തരവാദിത്തങ്ങൾ, ആനുകൂല്യങ്ങൾ ഇതിന് ഈ വാരം വളരെയധികം ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ സന്താന വിഷയങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാകുന്നു. 11-ാം ഭാവത്തിലേക്ക് സന്താനപതിയായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 11-ാം ഭാവത്തിൽ നിന്നും ആ ഭാവത്തിലേക്കുണ്ട്. പിന്നീട് സൂര്യൻ 11-ൽ നിൽക്കുന്നതും സന്താനങ്ങളുടെ അരിഷ്ടതയ്ക്കൊരു ദോഷമാകുന്ന യോഗമാണ്. അത് ശ്രദ്ധിക്കുക. എബോർഷൻ വരാതെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചെറിയ മക്കളുടെ 10 വയസ്സിന് താഴെയുള്ള മക്കളുടെ പേരിൽ കർഗഹോമം വഴിപാടായി നിർബന്ധമായും ചെയ്യുക. എല്ലാ ചിങ്ങൻ രാശിക്കാർക്ക് ശോഭനമായ നല്ലൊരു വരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.